إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുള്ള മാതാപിതാക്കളായിട്ടുള്ള ഓരോ മുസ്ലിം പുരുഷനും സ്ത്രീക്കും അവനവന്റെ ദീനിൽ നിർബന്ധമാക്കിയ ഏറ്റവും കനപ്പെട്ട ഗൗരവപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ, കടപ്പാടുകളിൽ, കടമകളിൽപ്പെട്ടതാണ് തങ്ങളുടെ മക്കളെ, സന്താനങ്ങളെ ഇസ്ലാമികമായി ശിക്ഷണം നൽകി വളർത്തുക എന്നുള്ളത്. അവർക്ക് നൽകുന്ന ഭൗതിക സൗകര്യങ്ങളെക്കാൾ അവർക്ക് ഉണ്ണാനും ഉടുക്കാനും പുതയ്ക്കാനും തിന്നാനും കുടിക്കാനും പാർക്കാനും സഞ്ചരിക്കാനും ഭൗതികമായി ഏറ്റവും നിലവാരമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനേക്കാൾ അവരുടെ ദീൻ നിലനിർത്താൻ, അവരിലെ ഈമാനും ഇസ്ലാമും മരിക്കുവോളം സ്ഥിരതയോടെ നിലനിൽക്കാൻ പര്യാപ്തമായ ശിക്ഷണങ്ങൾ അവർക്ക് നൽകുക, ഹറാമുകളിൽ നിന്ന് അവരകറ്റുക, ദീനുൽ ഇസ്ലാമിന്റെ മഹത്തായ നന്മകളിലേക്ക് അവരെ വഴി നടത്തുക എന്നത് അല്ലാഹു, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഓരോ മാതാപിതാക്കൾക്കും മേൽ നിക്ഷിപ്തമാക്കിയ നിർബന്ധമായ അവന്റെ വസിയ്യത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലൂടെ പറഞ്ഞു. സൂറത്തു നിസായിലെ ഈ ആയത്തിന്റെ പശ്ചാത്തലം, അതല്ലെങ്കിൽ ഈ ആയത്തിലെ പരാമർശ വിഷയം ഭൗതികമായി മാതാപിതാക്കൾക്കുള്ള സ്വത്തുവകകൾ, അനന്തര സ്വത്ത് വീതിക്കുന്ന അതിന്റെ ക്രമവും തോതും അതുപോലെ തന്നെ അതിന്റെ ഓഹരിയുമൊക്കെ വിശദീകരിക്കുന്ന ആയത്താണിത്. ഈ ആയത്തിന്റെ തുടക്കത്തിൽ ഭൗതികമായി മക്കൾക്ക് നൽകാവുന്ന, തങ്ങൾ അവർക്ക് വേണ്ടി ദുനിയാവിൽ ബാക്കി വെച്ചിട്ടുള്ള നിധികൾ, സ്വത്ത്, അനന്തരാവകാശം, അത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തിന്റെ തുടക്കത്തിൽ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: യൂസീകുമുല്ലാഹു ഫി ഔലാദിക്കും. നിങ്ങളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു ഇതാ നിങ്ങളോട് വസിയ്യത്ത് നൽകിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പാഠങ്ങളിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഭൗതികമായി അവർക്ക് എന്തു നിങ്ങൾ പകുത്തു നൽകിയാലും, നിങ്ങളുടെ സ്വത്തുവകകളിൽ നിന്ന് എന്തവർക്ക് നിങ്ങൾ ഓഹരി വെച്ചാലും, അതിനേക്കാളെല്ലാം ഉപരിയായി നിങ്ങൾ അവർക്ക് നൽകേണ്ടുന്ന മഹത്തായ സമ്മാനം, നിങ്ങളിൽ നിന്നുള്ള വിഹിതം ദീനാണ്.
അള്ളാഹുവിന്റെ ദീൻ അവർക്ക് പകർന്നു നൽകണമെന്ന വസിയത്ത് ഓരോ മക്കളുടെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിലെ ഓരോ മാതാപിതാക്കൾക്കും വസിയത്തായി നൽകുന്നു. അള്ളാഹുവിന്റെ വസിയത്താണ്. മക്കൾ നമുക്കുമേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചുമലിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഭാരിച്ച ഉത്തരവാദിത്വമാണ്. മക്കൾ നമുക്ക് അലങ്കാരമാണ്. മക്കൾ ഭൗതിക ജീവിതത്തിന്റെ സീനത്താണ്. മക്കൾ അതേസമയം നമുക്ക് പരീക്ഷണമാണ്. അള്ളാഹു ഖുർആനിലൂടെ മക്കളെ ഫിത്ന എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേ മക്കൾ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറുന്ന കാഴ്ചയും ഉണ്ടാകും. ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലും മരിക്കാത്ത ആഖിറത്തിലും നമ്മുടെ മക്കൾ നമുക്ക് ശത്രുക്കളാകാതിരിക്കാൻ, ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരം ലഭിക്കുന്നവരായിത്തീരാൻ നമ്മുടെ മക്കളെ നമ്മൾ ഇസ്ലാമികമായി ശിക്ഷണം നൽകി വളർത്തണമെന്നതാണ്. മക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരോടും തങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിരിക്കുന്നു. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. ഓരോ മനുഷ്യരും അവരുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, സുഹൃതം ചെയ്യണമെന്ന് അള്ളാഹു വസിയത്ത് നൽകിയതുപോലെ ഓരോ മക്കളുടെ വിഷയത്തിലും യൂസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും അള്ളാഹു നമുക്ക് വസിയത്ത് നൽകിയിരിക്കുന്നു. സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, സ്വഹാബിയായ അദ്ദേഹം എങ്ങനെയാണ് മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ മേൽ നമുക്ക് നിർബന്ധമാക്കിയ വസിയത്ത് നടപ്പിലാക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദിബ് ഇബ്നക ഫഇന്നക മസ്ഊലുൻ അൻഹു യൗമൽ ഖിയാമ. നിന്റെ മകളെ നീ ദീനിന്റെ മര്യാദകൾ പഠിപ്പിക്കുക, ദീനിയായ സംസ്കാരം നീ അവരെ പഠിപ്പിക്കുക. കാരണം നീ അവർക്ക് ദീൻ നൽകിയോ എന്നതിനെപ്പറ്റി ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും. മാദാ അദ്ദബ്ത വമാദാ അല്ലംത. നീ എന്തു സംസ്കാരമാണ്, എന്തു മര്യാദകളാണ് അവരെ പഠിപ്പിച്ചത്, ദീനിൽ നിന്ന് എന്ത് വിജ്ഞാനമാണ് ദീനിൽ നിന്ന് അവർക്ക് നീ പകർന്നു നൽകിയത് എന്ന് മനുഷ്യ നിന്നോട് ചോദ്യം ചെയ്യും. അല്ലാഹു ഖിയാമത്ത് നാളിൽ നിന്നെ ചോദ്യം ചെയ്യും, നീ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നീ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിന്റെ മക്കളെ ഇസ്ലാമികമായ സ്വഭാവ പെരുമാറ്റ സംസ്കാര മര്യാദകൾ പഠിപ്പിക്കുക. ഇസ്ലാമിന്റെ വിശ്വാസ അടിത്തറകൾക്കുമേൽ അവരെ വളർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിജ്ഞാനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു നൽകുക. അതുപോലെ തന്നെ വഹുവ മസ്ഊലുൻ അൻക. നിന്നെപ്പറ്റി നിന്റെ മകനും മകളും ചോദ്യം ചെയ്യപ്പെടും. അൻ ബിർരിക വ തആവിയതിഹി വ തവാഇയതിഹി ലക്. നിനക്കുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും അവർ നിറവേറ്റിയോ? നിനക്ക് പുണ്യം ചെയ്യുന്നവരായി അനുസരിക്കുന്നവരായി അവർ നിന്നോട് ദുനിയാവിൽ നിലകൊണ്ടോ എന്നതിനെപ്പറ്റി മക്കളും ചോദ്യം ചെയ്യപ്പെടുമെന്നതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് ദീൻ നൽകിയോ, അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കാരവും പെരുമാറ്റവും അവർക്ക് പഠിപ്പിച്ചു നൽകിയോ എന്ന വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കൾക്ക് ദുനിയാവിൽ നമ്മൾ സമ്മാനിക്കുന്ന ഏറ്റവും മഹത്തായ സമ്മാനം, അവർക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരുഷായുസ് മുഴുവൻ ചോര നീരാക്കി വിയർപ്പൊഴുക്കി സമ്പാദിച്ചു നൽകുന്ന, തലമുറകൾക്ക് വകവെക്കാൻ നൽകുന്ന പാരമ്പര്യ സ്വത്തുക്കളെക്കാൾ സമ്പാദ്യങ്ങളെക്കാൾ അവർക്ക് നിധിയായി നമുക്ക് പകുത്തുവെക്കാൻ നൽകുന്ന മഹത്തായ നിധി അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നമ്മെ കേൾപ്പിച്ചു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങൾക്ക് കീഴിലുള്ള ഭരണീയരെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഓരോരുത്തരും മനുഷ്യരിൽ എല്ലാവരും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. എന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചു, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യത്തിനുമേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ രാജ്യത്തെ ഓരോ ഭരണീയർക്കും തന്റെ ഭരണത്തിന് കീഴിലുള്ള ഓരോ സാധാരണ ജനങ്ങൾക്കും അവന്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകൾ നിറവേറ്റിയോ എന്നവൻ ചോദ്യം ചെയ്യപ്പെടും.
അവന്റെ ഉത്തരവാദിത്വ നിർവഹണത്തെപ്പറ്റി അവൻ ചോദ്യം ചെയ്യപ്പെടും ഖിയാമത്ത് നാളിൽ. എന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചു, വറജുലു റാഇൻ ഫി അഹ്ലി വഹുവ മസ്ഊലുൻ അൻ റഇയതി. ഒരു വീട്ടുടമസ്ഥൻ, ഒരു കുടുംബനാഥൻ അവന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. അവന്റെ വീട്ടുകാരുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനാണ്. തന്റെ വീട്ടിലെ ഓരോ അംഗങ്ങളെ പറ്റിയും അവനോട് ചോദ്യം ചെയ്യപ്പെടും. എന്താണ് അവർക്ക് നൽകിയത്? എന്ത് തിന്നാനും ഉടുക്കാനും കൊടുത്തു എന്നല്ല, എന്തവർക്ക് ദുനിയാവിൽ സമ്പാദിച്ചു നൽകിയെന്നല്ല, ദീനിൽ നിന്ന് എന്താണ് അവർക്ക് പകർന്നു നൽകിയത്, അവർക്ക് ദീനിന്റെ ശിക്ഷണം എന്തു നൽകി, ദീനിൽ നിന്നുള്ള സമ്പാദ്യം എന്തു പകുത്തു നൽകി എന്ന് ചോദ്യം ചെയ്യപ്പെടും. വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവളാണ്. വഹിയ മസ്ഊലത്തുൻ അൻ റഇയതിഹാ. തന്റെ വീട്ടിലെ തനിക്ക് കീഴിലുള്ള മക്കളെപ്പറ്റി, താൻ പോറ്റുന്ന പരിപാലിക്കുന്ന തന്റെ സന്താനങ്ങളെപ്പറ്റി അവളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു സേവകനുണ്ടെങ്കിൽ, നമുക്കൊരു വേലക്കാരനുണ്ടെങ്കിൽ, ഒരടിമയുണ്ടെങ്കിൽ, അവന്റെ വിഷയത്തിൽ വരെ അവന് ദീൻ പകർന്നു നൽകിയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കാതിരിക്കുകയില്ല, അവരുടെ ഐഹികമായ ബാധ്യതകൾ നിർവഹിക്കുന്നതിനപ്പുറത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നാം ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി നൽകാൻ ബാധ്യസ്ഥരുമാണ്. അള്ളാഹു ഖുർആനിൽ വ്യക്തമായി പറഞ്ഞില്ലേ, സൂറത്തു തഹ്രീമിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ സ്വദേഹങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക. വഖൂദുഹൻ നാസു വൽ ഹിജാറ. ആ നരകത്തിലെ ഇന്ധനം മനുഷ്യനും കല്ലുകളുമാകുന്നു. മനുഷ്യനും കല്ലും ഇന്ധനമായി കത്തുന്ന ആ ഭയാനകമായ നരകത്തിൽ നിന്ന് നിങ്ങൾ സ്വന്തം ശരീരങ്ങളെയും പോരാ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കാത്തുരക്ഷിക്കുക. അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ്. ആ നരകത്തിന് കാവൽ നിൽക്കുന്നത് ശക്തരും മല്ലരും പരുഷ സ്വഭാവികളുമായ കഠിനന്മാരായ മലക്കുകളാണ്. അവർ യാതൊരു ദയാദാക്ഷിണ്യവും അതിനർഹരാകുന്ന നരകത്തിന്റെ വിറകായിത്തീരുന്നവരോട് കാണിക്കുകയില്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും. അല്ലാഹു കൽപ്പിച്ചതിനോട് അവർ എതിരിടുകയില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ. അവൻ കൽപ്പിക്കുന്നതെല്ലാം പ്രവർത്തിക്കുന്നവർ. അതെ, ആ മഹാനരകത്തെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ കുടുംബത്തെ അതിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരെ വിളിച്ചോർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മുൻഗാമികൾ, സ്വഹാബത്ത്, താബിഈങ്ങൾ ഈ ആയത്തിനെ വിശദീകരിക്കവേ വളരെ ഗൗരവമുള്ള പാഠങ്ങൾ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നാം നമ്മെയും നമ്മുടെ കുടുംബത്തെയും കല്ലും മനുഷ്യരും ഇന്ധനമായി തീരുന്ന നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക? അവർ പറഞ്ഞു, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമൂഹുൽ ഖൈർ വഅദ്ദിബൂഹും. നിങ്ങൾ അവർക്ക് ദീനിന്റെ നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ അവർക്ക് ഇസ്ലാമിന്റെ സംസ്കാരവും പെരുമാറ്റവും പഠിപ്പിച്ചു കൊടുക്കുക. വേറെ ചിലർ പറഞ്ഞു, തഅ്മുറൂനഹും ബിമാ യുഹിബ്ബുല്ലാഹ് വതൻഹൗനഹും അമ്മാ യക്റഹുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള മാർഗങ്ങൾ എന്താണ്, നിങ്ങൾ പഠിപ്പിച്ചു നൽകുക. അല്ലാഹു വെറുക്കുന്ന, അവൻ അനിഷ്ടകരമായ കാര്യം എന്താണ്, നിങ്ങൾ അവരെ വിലക്കുക. വഔസു അഹ്ലീകും തഖ്വല്ലാഹ്. മരണം വരെ അല്ലാഹു ഹറാമാക്കിയത് ഒഴിച്ചു നിർത്താൻ, അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിക്കാനുള്ള തഖ്വ, പരലോകത്തേക്കുള്ള ഏറ്റവും ഉത്തമമായ പാഥേയമാകുന്ന തഖ്വ. ആ തഖ്വ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വസിയത്ത് നൽകുക, നിങ്ങൾ അവർക്ക് സാരോപദേശങ്ങൾ കൈമാറുക. മുറൂഹും ബിതാഅത്തില്ലാഹ്. അല്ലാഹുവിനെ അനുസരിക്കാൻ, ഉപ്പായെയും ഉമ്മായെയും അനുസരിക്കുന്നതിനപ്പുറത്ത് റബ്ബിനെ അനുസരിക്കാൻ, അല്ലാഹുവിനെ അനുസരിക്കാൻ അവരോട് കൽപ്പിക്കുക. വൻഹൗഹും അൻ മഅസിയത്തില്ലാഹ്. അല്ലാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ, ഹറാമ് പ്രവർത്തിക്കാതിരിക്കാൻ അവരെ വിലക്കുക. ഇങ്ങനെയാണ് കുടുംബത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കേണ്ടത് എന്ന് മുൻഗാമികൾ ഈ ആയത്തിനെ വിശദീകരിക്കുക നമ്മൾ കേൾപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് പറയാൻ സാധിക്കാറുണ്ടോ, നമ്മുടെ മക്കളെ വിളിച്ചിരുത്തി നന്മയും തിന്മയും വ്യവച്ഛേദിച്ചറിയാവുന്ന വകതിരിവെത്തുന്ന പ്രായത്തിൽ നമ്മുടെ മക്കളെ വിളിച്ച് വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ ഉപദേശിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ?
അള്ളാഹു ഹറാമാക്കിയത് ഇതാണ്, അള്ളാഹു നിർബന്ധമാക്കിയത് ഇതാണ്. ഇതാണ് നന്മ, ഇതാണ് തിന്മ. ദുനിയാവിൽ എന്തെല്ലാം അവർക്ക് നമ്മൾ നേടിക്കൊടുത്തു. ദുനിയാവിന്റെ അറിവുകൾ പകർന്നു നൽകാൻ എത്ര പൈസ നമ്മൾ അവർക്ക് വേണ്ടി മുടക്കി, എത്ര വർഷങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നു. ഭൗതികമായി അവർക്ക് നേടാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം, ഏറ്റവും മുന്തിയ സൗകര്യം നമ്മൾ അവർക്ക് ഒരുക്കിക്കൊടുത്തു. നമ്മുടെ ആയുസ് തന്നെ അതിനുവേണ്ടി മണലാരണ്യത്തിൽ പ്രവാസ ലോകത്ത് നമ്മൾ ത്യജിച്ചിട്ടുണ്ടാകും. സഹോദരങ്ങളെ, ദുനിയാവ് നേടാൻ എത്ര നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് എന്തവർക്ക് നാം പകർന്നു നൽകി, എന്തു നന്മയുടെ പാഠങ്ങളാണ് അവർക്ക് നമ്മൾ ഓതിക്കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ സ്വഭാവ പെരുമാറ്റ സംസ്കാരങ്ങൾ എന്താണ് അവരുടെ ജീവിതത്തിൽ പകർന്നു നൽകാൻ നമ്മൾ വഴിയൊരുക്കിയത്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന രംഗമാണ്. നരകത്തിൽ നിന്ന് നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കാൻ ഇതല്ലാത്ത മറ്റൊരു മാർഗമില്ല. അള്ളാഹുവിന്റെ ദീൻ അവർക്ക് പഠിപ്പിച്ചു നൽകുക, അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ ചെറുപ്രായത്തിലെ അവരുടെ ഹൃദയത്തിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുക. അത്തർബിയത്തു ഫിസ്സഗ്രി കന്നക്ഷി അലൽ ഹജർ. ചെറുപ്പത്തിലെയുള്ള ശിക്ഷണം അത് കല്ലിൽ കൊത്തിവെച്ചതുപോലെയായിരിക്കും. ചെറുപ്പത്തിൽ അവരുടെ കാതുകളിൽ കേൾക്കുന്നത്, അവരുടെ മനോമുകുരങ്ങളിൽ നട്ടുപിടിപ്പിക്കപ്പെടുന്നത് ഭൗതികതയാണോ, ദുനിയാവിന്റെ സുഖങ്ങളാണോ, ദുനിയാവിലെ ശ്രേഷ്ഠരെ കുറിച്ചാണോ, ഇവിടുത്തെ സെലിബ്രിറ്റികളെ കുറിച്ചാണോ, ഇവിടുത്തെ അഭിനേതാക്കളെ കുറിച്ചാണോ, ഇവിടുത്തെ കായിക താരങ്ങളെ കുറിച്ചാണോ, ഇവിടുത്തെ സമ്പന്നരെ കുറിച്ചാണോ? ചോദിക്കൂ. നിങ്ങളുടെ മക്കൾ വാത്തോടാതെ സംസാരിക്കും. മണിക്കൂറുകളോളം അവർ ചിലപ്പോൾ എഴുതി പഠിപ്പിക്കും അവരുടെ തൂലികകളിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ അടിത്തറയായ ഷഹാദത്ത് കലിമയുടെ അർത്ഥം പോലും അറിയാത്ത മക്കൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെലവിന് കൊടുക്കുന്ന നമ്മുടെ മക്കൾ, പ്രായപൂർത്തിയായ മക്കൾ, എന്നും അവർ നിർബന്ധ നിസ്കാരങ്ങൾ 17 തവണ അനിവാര്യമായി മോദേണ്ടുന്ന സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിന്റെ രഹസ്യമായ സൂറത്തുൽ ഫാത്തിഹ, അതിന്റെ അർത്ഥമറിയാത്ത മക്കൾ സൂറത്തുൽ ഫാത്തിഹ പോലും, പരിശുദ്ധ ഖുർആനിലെ സാമാന്യവും ഏറ്റവും ചെറിയ സൂറത്തുകളായ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, 3 ആയത്തുകൾ അടങ്ങുന്ന സൂറത്തുകൾ പോലും നേരെ ചൊവ്വ വൃത്തിയോടെ പാരായണം ചെയ്യാൻ അറിയാത്ത നമ്മുടെ മക്കൾ, പ്രായപൂർത്തിയായ മക്കൾ, നിസ്കരിക്കാത്ത മക്കൾ, റമളാനിലും നോമ്പെടുക്കാത്ത മക്കൾ, നമ്മൾ എന്താണ് അവർക്ക് പകർന്നു നൽകിയത്? നാം കേൾക്കുന്നില്ലേ? നാം അറിയുന്നില്ലേ? നമ്മൾ വായിക്കുന്നില്ലേ? നമ്മൾ തിരിച്ചറിയുന്നില്ലേ? ആധുനിക കാലഘട്ടത്തിലെ യുവതലമുറയുടെ, വിദ്യാർത്ഥികളുടെ, കൗമാരക്കാരുടെ ധാർമ്മികമായ മൂല്യച്യുതി, അധപ്പതനങ്ങൾ, കൊള്ളയും കൊലപാതകവും ലഹരിയും വൃത്തികേടുകളും അധാർമികതയും ജീവിതത്തിലെ നിഴലായി കൊണ്ടു നടക്കുന്ന ആധുനിക തലമുറകളെ പരിവർത്തിപ്പിക്കാൻ, നന്മയിലേക്ക് വഴി നടത്താൻ ഇതല്ലാത്ത മറ്റെന്തു മാർഗനിർദ്ദേശമാണ് ലോകത്തിന് പകരം വെക്കാനുള്ളത്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് നമ്മൾ കേട്ടില്ല. അല്ലാഹു മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ എന്ന് വിളിച്ച് നമ്മെ താക്കീത് ചെയ്തത് നമ്മൾ കാതോർത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്വമായി പഠിപ്പിച്ചത് നമ്മൾ ചെവികൊണ്ടില്ല. നഷ്ടമാർക്കാണ്. ദുനിയാവിലാവുന്നത് നേടിക്കൊടുത്തോളൂ. ദുനിയാവിൽ അവർ നമുക്ക് ഉപകാരപ്പെടുമോ? ദുനിയാവിൽ നമുക്ക് അവർ ഉപകാരപ്പെടുമോ? അതാണ് നമ്മുടെ വ്യാമോഹം. ഒരിക്കലുമില്ല. വാർദ്ധക്യത്തിന്റെ അവശതയിൽ തൊലിയും ചുറുചുറുക്കും ചുളിഞ്ഞ് മരണത്തോട് മല്ലിടുമ്പോൾ, അവശത നേരിടുമ്പോൾ, നിങ്ങളെ ശക്തി ക്ഷയിക്കുമ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ വൃദ്ധസദനങ്ങളിലേക്കും വീടിന്റെ കോണുകളിലേക്കും നിങ്ങൾ അവർ തള്ളി നീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഉപ്പാക്ക്, എന്റെ ഉമ്മാക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള മാനസിക സന്നദ്ധത പോലുമില്ലാത്ത, പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടാത്ത സാലിഹ്യങ്ങളായ സന്താനം മരിച്ചാലും നമുക്ക് മുറിഞ്ഞു പോകാത്ത, നിലക്കാത്ത പ്രതിഫലത്തിന്റെ പ്രവാഹമായി അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച വലതും സാലിഹുൻ യദ്ഊല, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം എന്ന വിശേഷണത്തിൽ ഒതുങ്ങാനിൽ അതിന്റെ ഏഴേലത്ത് പോലും അവർക്ക് എത്താൻ സാധിക്കുകയില്ല. ദീൻ അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, ദീനിന്റെ ശിക്ഷണം അവർക്ക് പകർന്നു നൽകിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ നമ്മൾ കാതോർക്കണം. അള്ളാഹുവിന്റെ ദീൻ അവർക്ക് പകർന്നു നൽകുന്നതിന്റെ, ദീനിന്റെ സാരോപദേശങ്ങൾ അവർക്ക് നമ്മൾ പകർന്നു നൽകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് നമ്മൾ തുടങ്ങേണ്ടത്
ഇസ്ലാമിന്റെ അടിത്തറകളിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ കുഞ്ഞുമകനെ ഉപദേശിക്കുന്നത് സൂറത്തുൽ ലുഖ്മാനിൽ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹം തന്റെ മകനെ വിലക്കുന്നത് ശിർക്കിൽ നിന്നാണ്. അള്ളാഹുവിന് നൽകേണ്ടുന്ന ബാധ്യതയാകുന്ന തൗഹീദ് ഇബാദത്ത് അത് അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ച് നൽകുന്ന ശിർക്ക് എന്ന മഹാതിന്മ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിലക്കിയ ഏറ്റവും ഗുരുതരമായ തിന്മ. മദ്യത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ, ധാർമ്മികമായ മറ്റേതപതനങ്ങളെക്കാൾ ശിർക്കെന്ന മഹാമാരി, കൊടുംവിപത്ത്, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് ഏറ്റവും കൊടിയ അക്രമമെന്ന് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശത്തിലൂടെ തന്റെ കുഞ്ഞുമകനെ അവിടുന്ന് ഉപദേശിച്ചതായി അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. ശിർക്കിൽ നമ്മെ വിലക്കണം. മഹാന്മാരായ മുൻഗാമികളായ അമ്പിയാക്കൾ അവരുടെ മരണശയ്യയിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്റെ സന്താനങ്ങളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവരോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? ഇസ്ലാമിന്റെ പരിശുദ്ധമായ കറകളഞ്ഞ തൗഹീദിൽ അവർ വളരുമോ എന്ന ആശങ്ക അമ്പിയാക്കൾ തങ്ങളുടെ അമ്പിയാക്കളായ മക്കളോട് ചോദിച്ച ആശങ്കയുടെ ചോദ്യം. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരണശയ്യയിലാകവേ അല്ലാഹു പറയുന്നു, ഇദ് ഖാല ലി ബനി, തന്റെ മക്കളോട് അദ്ദേഹം ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ്, എന്തിനെയാണ് ആരാധിക്കാനിരിക്കുന്നത്? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക്, അവർ പറഞ്ഞു, താങ്കളുടെയും താങ്കളുടെ പൂർവ്വപിതാക്കളായ ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ്, ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും അലൈഹിമുസ്സലാം അവരുടെ ഇലാഹായ ഏകനായ ഇലാഹം വാഹിദ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, അവന് മാത്രം കീഴടങ്ങുന്ന, ജീവിതവും മരണവും അവന് മാത്രം സമർപ്പിക്കുന്ന ശരിയായ മുസ്ലിമീങ്ങളായി താങ്കളുടെ മരണശേഷം ഞങ്ങളെ താങ്കൾക്ക് കണ്ടെത്താൻ സാധിക്കും പ്രിയ പിതാവേ എന്ന മക്കൾ അദ്ദേഹത്തിന് ആശ്വാസത്തിന്റെ കുളിർവാക്കായി പകർന്നു നൽകി, മറുപടി നൽകി. സഹോദരങ്ങളെ, അമ്പിയാക്കളുടെ ആശങ്കയായിരുന്നു ഇത്. അമ്പിയാക്കളിൽപ്പെട്ട തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ പോലും വിഗ്രഹാരാധകരിൽ ഉൾപ്പെടുത്താതെ, ശിർക്ക് ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്താതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അമ്പിയാക്കളായ തന്റെ മക്കളെ വിളിച്ചു ഉപദേശിക്കുന്നു, ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ. മക്കൾക്കവർ മരണശയ്യയിൽ നൽകിയ വസിയത്താണ്. അമ്പിയാക്കളായിരുന്ന മക്കൾക്ക് പോലും, സഹോദരങ്ങളെ, മക്കൾ ജനിക്കുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കുന്നു, നല്ല മക്കളെ ലഭിക്കാൻ വേണ്ടി, സാലിഹ്യങ്ങളാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ്, സലഫുകൾപ്പെട്ട അദ്ദേഹം ഒരിക്കൽ തന്റെ മകനെ വിളിച്ചു പറയുകയാണ്, മോനെ, കുഞ്ഞുമോനെ, ലഅസീദന്ന ഫീ സ്വലാത്തി മിൻ അജ്ലിക്, ഞാൻ എന്റെ ഐച്ഛികമായ നിസ്കാരം നീ കാരണമായി വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ധാരാളമായി ഞാൻ സുന്നത്ത് നിസ്കരിക്കും, തഹജ്ജുദ് വർദ്ധിപ്പിക്കും. റജാഅൻ ഉഹ്ഫള ഫീക്, അല്ലാഹു എന്റെ കാലശേഷം നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി, നിന്റെ ദീനും ദുനിയാവും എന്റെ കാലശേഷം അല്ലാഹു സംരക്ഷിക്കാൻ ഞാൻ എന്തു ചെയ്യും? ഞാൻ എന്റെ ജീവിതകാലത്ത് ആകുവോളം, ഞാൻ സാധിക്കുവോളം ഞാൻ നിസ്കരിക്കും. എന്നിട്ട് അദ്ദേഹം ആയത്തോതി, സുമ്മ തല ഹാദിഹിൽ ആയ വകാന അബൂഹുമാ സാലിഹ. സൂറത്തുൽ കഹ്ഫിൽ പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ, ഒരു വിചിത്രമായ നാട്ടിൽ പോയി ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പമുള്ള സഞ്ചാരത്തിൽ, ആ കഥയിൽ ഒരു വിചിത്രമായ, ഒരു അപരിചിതമായ നാട്ടിൽ പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ ഖദർ അലൈഹിസ്സലാം തന്റെ കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തു. എന്താണ് അതിന്റെ രഹസ്യമെന്ന് പിന്നീട് അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ വിശദീകരിക്കവേ പറഞ്ഞു, ആ മതിലിന് താഴെ ആ നാട്ടിലെ, ആ പട്ടണത്തിലെ 2 യതീമുകളായ മക്കൾക്കുള്ള നിധി, അനന്തര സ്വത്ത് അവരെ പിതാവ് കുഴിച്ചിട്ടിരുന്നു. ആ മക്കൾ പ്രായപൂർത്തിയെത്തി, വിവേകമെത്തി. അതവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി, അത് അപഹരിക്കപ്പെടാതിരിക്കാൻ അപരിചിതനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരങ്ങൾ കൊണ്ട് അല്ലാഹു ആ മതിൽ പടുത്തുയർത്തി സംരക്ഷിച്ചു. എന്താണ് അതിന് കാരണമായി പറഞ്ഞത്? കാന അബൂഹുമാ സാലിഹ, അവരുടെ വാപ്പ ജീവിതകാലത്ത് അല്ലാഹനെ പേടിച്ച് ജീവിച്ച സാലിഹായ വ്യക്തിയായിരുന്നു. അല്ലാഹു സംരക്ഷണം നൽകിയെന്നാണ്. റഹ്മതൻ മിൻ റബ്ബിക്, നിന്റെ റബ്ബിന്റെ കാരുണ്യമാണ്. അത് നിന്റെ റബ്ബിന്റെ കാരുണ്യം നിന്റെ മക്കൾക്ക് ലഭിക്കണോ? അല്ലയോ പിതാവേ, മാതാവേ, ജീവിക്കുന്ന കാലത്ത് നമ്മുടെ മക്കൾക്ക് ദീനിയായി മാതൃകയാകാൻ അവരുടെ മുമ്പിൽ ദീൻ കാഴ്ചവെച്ച് നമ്മൾ
അവരെ പിന്നിലൂടെ നയിക്കാൻ സാധിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. أقول ما تسمعون وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മക്കളുടെ ഇസ്ലാമികമായ ശിക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, അവന്റെ തൗഫീഖ് നമുക്ക് അനുകൂലമാകാൻ ഏറ്റവും നിർണായകമായ കാര്യമാണ് മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ദുആ. അത് അമ്പിയാക്കളുടെ മാതൃകയാണ്. നമ്മൾ കേട്ടു, സർവ്വ നന്മകളും, നാം ആഗ്രഹിക്കുന്ന ഭൗതികവും പാരത്രികവുമായ ഏതേതു നന്മകളും നമുക്ക് സ്വായത്തമാക്കാൻ, വെട്ടിപ്പിടിക്കാൻ ദുആഇനേക്കാൾ ഫലവത്തായ മറ്റൊരൊറ്റമൂലിയില്ല. ദുആഇനേക്കാൾ സ്വാധീനം ചെലുത്തുന്ന വജ്രായുധമില്ല. മുസ്ലിമിനെ എക്കാലത്തും ഏതു പ്രതിസന്ധിയിൽ നിന്നും സംരക്ഷിക്കുന്ന മഹത്തായ രക്ഷാകവചമാണ് അവന്റെ ദുആ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി കരങ്ങൾ ഉയർത്തി തേടുന്നവന്റെ തേട്ടം. അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈറിൻ, എല്ലാ നന്മകളുടെയും താക്കോൽ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, നമ്മുടെ മകൾ, നമ്മുടെ മകൻ, അവർ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് ഉപകാരം ലഭിക്കപ്പെടുന്ന മക്കളായി മാറണമെങ്കിൽ ആ മക്കളെ നമുക്ക് നൽകിയ റബ്ബിനോട് ചോദിക്കുകയല്ലാതെ എന്റെ മക്കളെ നന്നാക്കാൻ, അവരെ സ്വാലിഹീങ്ങളാക്കാൻ, ഇരു ലോകത്തും ഉപകാരമുള്ള മക്കളാക്കി മാറ്റാൻ, കൺകുളിർമയാക്കാൻ ആ മക്കളെ തന്ന റബ്ബിനോട് ചോദിക്കുകയാണ് ഒന്നാമത്തെ വഴി. നോക്കൂ, നിങ്ങൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ദുആ ചെയ്യുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? അവരുടെ മക്കൾ മഹാനായ ഇസ്മാഈൽ, ഇസ്ഹാഖ് അലൈഹിമസ്സലാം, അമ്പിയാക്കളിൽപ്പെട്ട മക്കൾ. ആ മക്കളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അമ്പിയാക്കളുടെ നേതാവായ അബുൽ ഹുനഫാ ഇമാമുൽ അംബിയാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുർ റഹ്മാൻ, അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും നിനക്ക് നിസ്കാരം നിലനിർത്തുന്നവരായി നീ മാറ്റണമേ റബ്ബേ. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയ്യതി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്ര കാലത്തിനിടക്ക് ഒരിക്കലെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി സ്വയം, നമ്മുടെ മക്കൾക്ക് വേണ്ടി അപ്പുറത്ത് എന്നെയും എന്റെ മക്കളെയും റബ്ബേ നിനക്ക് മാത്രം സുജൂദ് ചെയ്യുന്ന, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, നിനക്ക് വേണ്ടി നിസ്കരിക്കുന്ന, നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ എന്നൊരിക്കലെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തേട്ടമായി ഉയർന്നിട്ടുണ്ടോ? ദുനിയാവിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ചോദിക്കുന്നു, മറ്റാവശ്യങ്ങൾ എത്രയെത്ര അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിരത്തുന്നു. മഹാന്മാരായ അമ്പിയാക്കളിൽ, മനുഷ്യരിൽ, മാലോകരിൽ, സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ നമ്മുടെ പൂർവ്വപിതാക്കളുടെ ദുആയാണിത്. നിസ്കാരം നിലനിർത്തുന്നവരായി എന്നെയും എന്റെ മക്കളെയും മാറ്റണമേ റബ്ബേ. റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ ദുആ നീ സ്വീകരിക്കണമേ റബ്ബേ എന്ന് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. മഹാനായ സഖരിയ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ദുആ സൂറത്ത് ആല ഇംറാനിൽ അല്ലാഹു നമ്മെ കേൾപ്പിച്ചു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് വാർദ്ധക്യ ദശയിൽ അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിച്ചു, സന്താന സൗഭാഗ്യത്തിനുള്ള ഭൗതികമായ സാധ്യതകളും സാധുതകളും അസ്തമിച്ചുപോയി എന്ന് അദ്ദേഹം പ്രതീക്ഷയേറ്റ, ആശയേറ്റ സാഹചര്യത്തിൽ തന്റെ പത്നി വന്ധ്യയായി പോയി. അള്ളാഹുവിലേക്ക് പ്രതീക്ഷകളുടെ കരങ്ങൾ ഉയർത്തി അദ്ദേഹം തേടുകയാണ്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ. അള്ളാഹുവെ, പരിശുദ്ധരായ മക്കളെ, സന്താനങ്ങളെ നീ എനിക്ക് നൽകണമേ റബ്ബേ. ഇന്നക സമീഉ ദുആ, നീയാണ് ദുആ കേൾക്കുന്നവൻ, നീ മാത്രമാണ്. ശുദ്ധരായ സുഹൃതവാന്മാരായ സന്താനങ്ങളെ നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. മുഅ്മിനീങ്ങളായ അള്ളാഹുവിന്റെ സദ്വൃത്തരായ ഇബാദുർ റഹ്മാൻ, നല്ല അടിമകളുടെ വിശേഷണമായി അവരുടെ ദുആ ആയി അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഇളകളിൽ നിന്നും നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. സഹോദരങ്ങളെ, നമ്മുടെ കൺകുളിർമ എന്തിനാണ്? ആത്മാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭാര്യമാരിലും നമ്മുടെ മക്കളിലും
നമുക്ക് കൺകുളിർമ ഉണ്ടാകുന്നത് അവരുടെ ദുനിയാവ് കണ്ടിട്ടാണോ? ദുനിയാവിൽ അവർ പഠിച്ചെടുത്തതും ദുനിയാവിൽ അവർ നേടിയെടുക്കുന്നതും കണ്ടിട്ടാണോ? അവർ വെസ്റ്റേൺ കൾച്ചർ ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് കണ്ടിട്ടാണോ? സായിപ്പിന്റെ ഭാഷ അവർ വാത്തോരാതെ സംസാരിക്കുന്നത് കണ്ടിട്ടാണോ? ഭൗതികമായ വിജ്ഞാനങ്ങളുടെ അലങ്കാരങ്ങൾ നേടിയെടുത്ത് ഉന്നത സാലറികൾ കൈവരിക്കുന്ന ജോലികളിൽ അവർ വിരമിക്കുമ്പോഴാണോ? സഹോദരങ്ങളെ, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മാസാമാസം പകുത്തു നൽകുന്ന 10,000-ങ്ങളും അതല്ലെങ്കിൽ ലക്ഷങ്ങളും അതിന്റെ മൂല്യം കണ്ടിട്ടാണോ? എന്തു കണ്ടിട്ടാണ് നമ്മുടെ മക്കളിലും ഭാര്യമാരിലും നമ്മൾ കൺകുളിർമ ആഗ്രഹിക്കുന്നത്? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ അവർക്ക് പകർന്നു നൽകി അവരിൽ ദീൻ പ്രകടമാകുന്നത് കണ്ട് നമ്മുടെ കൺകുളിർക്കുന്ന മനം നിറയുന്ന അവസ്ഥയുണ്ടല്ലോ. ആ ദുആ നമുക്ക് അള്ളാഹുവിലേക്ക് ഉയർത്താൻ സാധിക്കണം. ദീനിയായി അവരെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ദുആ നമ്മൾ തേടണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവിനെ ഏറ്റവും തഖ്വ പാലിച്ചവരെ, ഹറാമുകൾ എക്കാലത്തും ജീവിതത്തിൽ ഒഴിച്ചു നിർത്തിയവരിൽ, അല്ലാഹു നിർബന്ധമാക്കിയ വാജിബുകൾ എക്കാലത്തും മരണം വരെ ജീവിതത്തിൽ ഒട്ടിച്ചു വെച്ചവരിൽ, അവരുടെ നേതാക്കന്മാരായി ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഇണകളെയും നീ മാറ്റേണമേ റബ്ബേ എന്ന ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ദീനിയായ ശിക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതുപോലെ ഒരു ഹറാമിന്റെ കറയും അവരെ ബാധിക്കാതെ, ദുനിയാവിൽ അവർക്ക് ചൂടേൽക്ക് നമുക്ക് സഹിക്കില്ല. ദുനിയാവിൽ ഒരൽപ്പം തണുപ്പ് കൂടിയാൽ അവരുടെ ശരീരത്തിൽ ആരോഗ്യസ്ഥിതി താളം തെറ്റുന്നത് നമുക്ക് സഹിക്കുന്നില്ല. പരലോകത്തിലെ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ചൂട് അതവരെ ഏൽക്കുന്നത് നമ്മൾ ഭയക്കുന്നില്ല. നരകത്തിലെ കഠിനമായ തണുപ്പ് നരകത്തിലെ മറ്റൊരു ശിക്ഷയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഭീതിയില്ല. സഹോദരങ്ങളെ, ദുനിയാവിലെ ചൂടും തണുപ്പും ഏൽക്കാതെ അവരെ സംരക്ഷിക്കുന്നത്, അത് സംരക്ഷണത്തിന്റെ, അവർക്ക് ദുനിയാവിൽ നൽകുന്ന തർബിയത്തിന്റെ, ശിക്ഷണത്തിന്റെ, പേരന്റിങ്ങിന്റെ മകുടമായ ഉന്നതമായ തലമാണെന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റി. അത് ഇവിടുത്തെ മൃഗങ്ങൾ വരെ ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരെ ചിറകിനടിയിൽ അവരവരുടെ മക്കളെ സംരക്ഷിക്കുന്നുണ്ട്, ഭൗതികമായ സംരക്ഷണം നൽകുന്നുണ്ട്. പക്ഷികളും പറവകളും മൃഗങ്ങളും അത് നമ്മെക്കാൾ ആത്മാർത്ഥമായി എന്ന് തോന്നുന്ന രൂപത്തിൽ ചിലപ്പോൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ബുദ്ധിയുള്ള, വിവേചന ശേഷിയുള്ള, ചിന്തയുള്ള, നന്മയും തിന്മയും വ്യവച്ഛേദിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ സൃഷ്ടിപ്പ് കൊണ്ട് തന്നെ കനിഞ്ഞു നൽകിയ ഈ മഹത്തായ ജീവിതം കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിയ ദീനിന്റെ പരിവർത്തനം എന്താണ്? ദീന് കൊണ്ടുണ്ടാക്കുന്ന മാറ്റം എന്താണ്? ദീനിയായ ശിക്ഷണം എന്താണ്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന അവരുടെ പേരന്റിങ്ങിന്റെ മഹത്തായ അടിത്തറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സംഭവം കൂടി ഞാൻ കേൾപ്പിക്കാം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ 40 വയസ്സുവരെ അല്ലാഹുവിന്റെ ദീനിന്റെ നന്മകൾ അവഗണിച്ചുകൊണ്ട് ജീവിച്ച, പിന്നീട് ചരിത്രം അൽ-ഇമാം എന്ന് രേഖപ്പെടുത്തിയ മഹാനായ വ്യക്തിത്വം. അദ്ദേഹത്തെ 40 വയസ്സിന് ശേഷം മാറ്റിയത് ഒരൊറ്റ ആയത്താണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരൊറ്റ ആയത്ത്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈമാനുള്ളവർക്ക് അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് ഹൃദയം കീഴടങ്ങാൻ, പേടിച്ചു മറക്കാൻ സമയമായില്ലേ? സമയമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിലെ ഇമാമായി പരിവർത്തിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു, അലി ഇബ്നു ഫുളൈൽ റഹിമഹുല്ലാ. അദ്ദേഹവും തന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു തോന്നിവാസിയായി, അധാർമികനായി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം തനിക്ക് സാധിക്കുന്നത്ര പണിയെടുത്തു തന്റെ മകനെ നേരെയാക്കാൻ. അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ ഒരിക്കൽ ആത്മാർത്ഥമായി, ഹൃദയം പൊട്ടി, നെഞ്ചകം വിങ്ങി തന്റെ റബ്ബിനോട് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി ഇത്തഹത്തു അൻ ഉഅദ്ദിബ അലിയൻ. അല്ലാഹുവേ, എന്റെ മകനായ അലിയെ നിന്റെ ദീൻ കൊണ്ട് സംസ്കരിക്കാൻ ഞാൻ ഒരുപാട് മെനക്കെട്ടു റബ്ബേ. ഫലം അസ്ബിർ അലാ തഅദീബിഹി. എനിക്കതിന് സാധിച്ചില്ല റബ്ബേ. എന്റെ മകനെ നിന്റെ ദീനിന് അനുയോജ്യനായി, നിന്റെ ദീൻ കൊണ്ട് സൽഗുണ സമ്പന്നനായി സംസ്കരിപ്പിക്കുന്നവൻ നീ മാത്രമാണ്. നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. എനിക്ക് സാധിച്ചില്ല റബ്ബേ. ഫഅദ്ദിബ്ഹു ലീ. അതുകൊണ്ട് എനിക്ക് നീ തന്ന എന്റെ മകനെ നീ ദീനിയായി സംസ്കരിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകനെ ഹിദായത്ത് നൽകിയെന്നാണ്. ആ വാപ്പായുടെ ഒരൊറ്റ ദുആ കൊണ്ട്. പിന്നീട് അൽ-ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലയെ പോലെ ഔലിയാക്കളുടെ നേതാവായി അലി ഇബ്നു ഫുളൈൽ എന്ന അദ്ദേഹത്തിന്റെ മകൻ മാറുകയുണ്ടായി.
പണ്ഡിതന്മാർ പറയുന്നു, ഒരൊറ്റ ആയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയുടെ ജീവിതം മാറ്റിയെങ്കിൽ ഒരൊറ്റ ദുആ അദ്ദേഹത്തിന്റെ മകന്റെ ജീവിതം മാറ്റിയെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ മാതാപിതാക്കളെ നമ്മുടെ ജീവിതം മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ആത്മാർത്ഥമായ തേട്ടങ്ങൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മക്കളുടെ ജീവിതം മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം പരലോകത്തേക്ക് അല്ലാഹുവിലേക്ക് യാത്രയാകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.